മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയപ്പോൾ 138.85 ജലനിരപ്പ്. അപ്പോൾ ഇന്നലത്തെ സ്ഥിതിയുമായി വെച്ച് നോക്കുമ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഡിസ്ചാർജ് ചെയ്ത വെള്ളം ഇന്നലത്തേതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് 2974 ഖനേഡി വാട്ടറാണ് സ്പില്ല് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2360 ഖനേഡി വാട്ടർ അവർ എടുക്കുന്നുമുണ്ട്. അത് ഇന്നലത്തെക്കാളും അല്പം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതാണിപ്പം നിലവിലുള്ള ഒരു സ്ഥിതി. ഇന്ന് രാവിലെ മന്ത്രി പ്രസാദിനോടൊപ്പം അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ മുല്ലപ്പെരിയാറിൽ പോയി സ്പിൽവേ തുറന്നതിന് ശേഷം പ്രത്യേകിച്ച് 3 ഷട്ടറും കൂടി ഇന്നലെ അഡീഷണൽ തുറന്നതിന് ശേഷം അത് പോയി നിരീക്ഷിക്കുകയും സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പോകാനുണ്ടായ ഒരു സാഹചര്യം. ഇന്നലെ വൈകിയും വെള്ളക്കടവ് മുതലുള്ള ഓരോ പോയിന്റിലെയും ജലവിധാനം നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം 55 സെൻറ്റിമീറ്ററായിരുന്നു നമ്മുടെ ജലവിധാനം ഉയർന്നിരുന്നത്. അത് 95 ഉയർന്നിട്ടുണ്ട്. ഏകദേശം ഒരടിക്ക് അടുത്ത വെള്ളമാണ്. ഏകദേശം 3000 ഖനേഡി വാട്ടർ ഒഴുകുന്ന സന്ദർഭത്തിലും ജലനിരപ്പ് ഉയർന്നതായിട്ട് വന്നിട്ടുള്ളൂ. അതെടുത്ത് പരിശോധിക്കുമ്പോഴും വാർണിംഗ് ലെവലിലേക്ക് ചെല്ലാൻ ഇനിയും 1 മീറ്റർ ബാക്കി നിൽക്കുക. ഡേഞ്ചർ സോണിലേക്ക് പോകണമെങ്കിൽ 2 മീറ്റർ വ്യത്യാസമുണ്ട്. ആ നിലയിൽ മറ്റിതര വിഷയങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. കാലാവസ്ഥ ഇന്നലെ കൊണ്ട് കുറച്ച് മെച്ചമാണ്. ഇതാണിപ്പം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. ചീഫ് എഞ്ചിനീയർ 10 മണിക്ക് എത്തുന്നുണ്ട്. സി വന്നതിന് ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിവ് ലഭിക്കുകയുള്ളൂ. ഇതുവരെയുള്ള ഒരു അറിയിപ്പ് നോക്കാൻ ലഭിച്ചിട്ടില്ല. 138 അടിയിലേക്ക് താഴ്ത്തി നിർത്തുന്നതിന് വേണ്ടിവരുന്ന സഹായകമാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ പരിശോധിച്ചത്. രാവിലെ ഇതുവരെയും പുതിയതായി ഒരു ക്രമം നമ്മളെ അറിയിച്ചിട്ടില്ല. 3 ദിവസമായിട്ടും ഈ 138ലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അവർക്ക്. നമ്മളത് നമ്മൾ അറിയിക്കും. നമ്മൾ ഓരോ പോയിന്റിലും അറിയിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ 29-ാം തീയതി 7:30 550 ഖനേഡി വാട്ടർ നമ്മൾ ഒഴുക്കിയത്. അന്ന് തന്നെ നമ്മൾ വൈകുന്നേരം 9 മണിക്ക് 275 ഖനേഡി വാട്ടറും കൂടി കൂടുതലായിട്ട് ഒഴുക്കി. അപ്പം ഈ 7:30 ശേഷം 11 മണിയോട് കൂടി തന്നെ 138-ലാകാൻ ഇത്ര കണ്ട് വെള്ളമെടുത്താൽ സാധിക്കില്ല എന്നുള്ളതും കൂടുതൽ വെള്ളം എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. 9 കൂടി വീണ്ടും 275 ഖനേഡി വെള്ളമേ കൊണ്ടുപോയിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടു. 30-ാം തീയതി 11 മണിക്ക് 850 ഖനേഡി വാട്ടറും കൂടെ കൊണ്ടുപോയി. അന്നേരം വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്തു. ഇതുകൊണ്ടും ഒന്നും ആവില്ല. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടി വെള്ളം തുറക്കാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും 4 മണിക്ക് തന്നെ സ്പില്ല് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമുക്കിന്നലെ 1299 ഖനേഡി വാട്ടറും കൂടി തുറന്നു വിട്ടത്. അന്നേരം വീണ്ടും നമ്മൾ അത് ഉറപ്പിച്ചു. അപ്പോൾ എല്ലാ സമയങ്ങളിലും കൃത്യത നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മേൽനോട്ട സമിതി മുമ്പാകെയും സുപ്രീം കോടതിയിലും. ഈ മേൽനോട്ട സമിതി ഏതെങ്കിലും തരത്തിലെ ഇടപെടൽ തമിഴ്നാടിനോട് എന്തെങ്കിലും നിർദ്ദേശം നൽകിയതായിട്ട്, കാരണം നമ്മൾ അവർ കൂടി അംഗീകരിച്ചാണല്ലോ ഈ 138 അടി എന്ന റൂൾ കർവിൽ നിർത്തണമെന്നുള്ളത്. അത് ലംഘിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ മേൽനോട്ട സമിതി ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടായി അറിവുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് സുപ്രീം കോടതിയാണല്ലോ നിരീക്ഷിക്കുന്നത്. മേൽനോട്ട സമിതി കൊടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം പറഞ്ഞ ഡിസിന്റ് മേൽനോട്ട സമിതി സുപ്രീം കോടതി അറിയിച്ചു. സുപ്രീം കോടതിയാണ് 139.5 വരെ 1 തൊട്ട് 10 വരെ ലെവൽ ഉയർത്തി നിർത്താനും 10-ന് ശേഷം നമ്മുടെ കേസ് പരിശോധിക്കാമെന്നും പറഞ്ഞത്. അപ്പോൾ നേരത്തെ റൂൾ കർവായ 138 തന്നെ തുടരുക എന്നുള്ളത്
കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ റൂൾ കർവ് നാളെ മുതൽ മാറും. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പം അധികം തുറന്നു വിടേണ്ട ആവശ്യത്തിലേക്ക് വരുമോ? അല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും വരുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഒഴുകിയെത്തി വെള്ളം നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് ഓരോ ദിവസം ചെല്ലും തോറും സമീപ ദിവസങ്ങളിൽ താഴ്ന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് സ്പില്ല് ചെയ്ത് ചെല്ലുന്ന വെള്ളം കൂടി പരിഗണിച്ച് നോക്കിയാൽ പോലും ഇടുക്കിയുടെ ജലനിരപ്പ് കുറഞ്ഞു വരിക. 5.4 നമുക്കിതാകുന്നുണ്ട്. 5.8 ആണ് മുല്ലപ്പെരിയാറിൽ നിന്ന് ചെല്ലുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ചെല്ലുന്നില്ലെങ്കിൽ കുറേ കൂടി ജലനിരപ്പ് താന്നേനി. ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളവും നമ്മളവിടുന്ന് ജനറേഷന് വേണ്ടി ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളവും കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ജലനിരപ്പ് താഴുന്നുണ്ട്. അല്ല, ഇവിടുന്ന് ചെല്ലുന്ന വെള്ളമാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് പോകുന്ന വെള്ളത്തിന്റെ ഫ്ലോയിലാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. റൂൾ കർവ് നാളെ മാറുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം തുറന്നു വിടേണ്ടതുണ്ടോ എന്നാണ്. അതായത് ഇപ്പൊ 139.5 വരെ അവർക്കൂടെ കളക്ട് ചെയ്യാമല്ലോ നാളെ മുതൽ. അപ്പൊ 139.5 അധികരിക്കുമ്പോഴല്ലേ അങ്ങനെ പ്രശ്നം വരുന്നുള്ളൂ. ഇന്ന് രാത്രി 12 മണി വരെ സ്വാഭാവികമായിട്ടുമില്ല. ഇന്ന് രാത്രി 12-ന് മുമ്പ് 138 ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലിപ്പോൾ ഇത്രത്തോളം ആയിട്ടുള്ളൂ. അത് നമ്മൾ കോടതിയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. പാനിക് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഒരു കാലത്ത് ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ പാനിക് ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ്, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നമ്മളെല്ലാ സ്പോട്ടും പോയി ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ എല്ലാ ടീമും എല്ലാ മേഖലയിലും ഉണ്ട്. ഫയർഫോഴ്സ്, പോലീസ്, NDRFന്റെ ടീം. എന്താ കാരണം? 138 എന്ന നിലയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി നിർത്താൻ കൂടുതൽ വെള്ളം തമിഴ്നാട് തുറന്നു വിട്ടെങ്കിൽ കരുതലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ തന്നെ എല്ലാ മെഷർമെൻറ്റും സ്വീകരിച്ചു. അവർ പറയാൻ കാത്തിരുന്നില്ല. തുറന്നു വിട്ടേക്കാമെന്ന് നമ്മൾ കരുതിക്കൊണ്ട് തന്നെ ഏതാണ്ട് 7000 ഘനയടി വാട്ടർ പോയാൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന നിലയിലേക്കുള്ള ചട്ടവട്ടങ്ങളെല്ലാം നമ്മൾ ഇന്നലെ തന്നെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി. ഇത്തവണ ഈ മന്ത്രിമാർ നേരിട്ടെത്തി മുല്ലപ്പെരിയാറിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ കൂടുതൽ ഗൗരവമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ പെർ ഡേ. നാളുകളിലും തുടരും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയും തുടരും. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ട് തന്നെ സ്വന്തമായിട്ട് എടുക്കുക. നമ്മുടെ എഞ്ചിനീയേഴ്സിന് എപ്പോഴും പോയി വരണം. ഫോറസ്റ്റ് എല്ലാ കാലത്തും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എങ്കിലും അവരുടെ ജോലിയും ഇതും തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. നമുക്കൊരു ഇൻസ്പെക്ഷൻ പോകാനും വരാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ഇൻ അഡീഷൻ നമ്മുടെ ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യം ഫോറസ്റ്റിൻ്റെ ബോട്ട് കൂടി ആകുമ്പോൾ ക്രമപ്പെടുത്തും. എഞ്ചിനീയേഴ്സിൻ്റെ സിസ്റ്റം നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുറേ കൂടി മോണിറ്റർ ചെയ്യും. ഇന്ന് പ്രസാദ് മന്ത്രി കൂടി എത്തിച്ചേർന്നത് ഇന്നലെ വൈകി ഞങ്ങൾ തീരുമാനിച്ചതാണ്. അവിടെ ഒന്ന് ജോയിൻ്റായി പോകണം. ആ നിലയിലാണ് അദ്ദേഹം കൂടി എത്തിച്ചേർന്നത്. ഞങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാനും ഈ പരിശോധനകളും കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിക്കും. എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവും. സർക്കാരിനെ ഒരു ഏറെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ആദ്യ ദിവസം മുതൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിസഭയിലെ ഒരംഗം എന്നുള്ള തരത്തിൽ ഞാനും കൂടി ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കാളിയായത്. മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുത്ത് നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ടൊരു നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന കാര്യത്തിനകത്ത് എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത്തരമൊരു സാന്നിധ്യം അത്യന്താപേക്ഷിതം ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൂടി പങ്കെടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പം 138.85 നിൽക്കുന്നത്. 138 തമിഴ്നാട് എത്തിക്കേണ്ടതായിരുന്നു, എത്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒരു ഡിവൈസ് തന്നെ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്ന ഡിജിറ്റൽ മീറ്റർ അവിടെയുണ്ട്. അതെല്ലാം റെക്കോർഡാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ വാദഗതികൾ ഉയർത്തി കാണിക്കുന്നതിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ കേസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലാണ് അതെല്ലാം നോക്കുന്നത്. അതെല്ലാം കൃത്യമായ കാരണം ഒന്ന് നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രാവിലെയും ആ മുല്ലപ്പെരിയാറിൻ്റെ ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകി രാത്രിയിലും മുഖ്യമന്ത്രി തന്നെ വിളിച്ച കാര്യം അന്വേഷിച്ചിരുന്നു. റവന്യൂ മന്ത്രി ഏതാണ്ട് മണിക്കൂറുകൾ ഇടവിട്ട് വിളിച്ചത് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഇക്കാര്യത്തിലൊക്കെ വളരെ സംതൃപ്തിയുണ്ട്. കാര്യം പ്രത്യേകമായിട്ട് ഞാൻ അവിടെ നിൽക്കുകയും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള നല്ല ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും വലിയ സഹായകമായിട്ട് എനിക്ക് തോന്നുന്നു.
മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നാണ് രാത്രി വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ എന്താവശ്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു കുറവുണ്ടാകരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വളരെ സഹായകമായി. പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയും ഇന്ന് കൃഷിമന്ത്രിയും രണ്ടുപേരും വളരെ കൂടുതൽ സമയമെടുത്ത് വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു എന്നുള്ളത് ഈ ജനതയോട് കാണിച്ച വലിയൊരു സ്നേഹത്തിൻ്റെയും കൂടി പങ്കാളിത്തമാണ്, ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ഈ കൂട്ടായ പരിശ്രമം നമുക്കൊരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും തമിഴ്നാടും നമ്മൾ തമ്മിൽ ഒരിക്കലും രണ്ടായി ചിന്തിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കും യോജിച്ച നിലയിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ജനസംരക്ഷണത്തിനാവശ്യമായ ഒരു പുതിയ ഡാമും അതോടൊപ്പം തമിഴ്നാടിനാവശ്യമായ ജലവും എടുക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള മൂവ്മെൻറ്റിനായിരിക്കും ഞങ്ങൾ കൂട്ടായിട്ട് ശ്രമം നടത്തുകയും ഭാവിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഡാം തുറന്നിട്ടില്ല, തുറക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അതെല്ലാം എഞ്ചിനീയറിംഗ് വിങ്ങുകളാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർക്കും അവരുടെ ഉദ്യോഗസ്ഥർക്കും ഒരുമിച്ച് പോകാനും ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് ഇരുകൂട്ടർക്കൂടെ സന്ദർശിക്കാനും പോകാനൊക്കെ ഉള്ള ധാർമ്മികതയുണ്ട്. ആ നിലയിൽ ഇരുകൂട്ടർക്കും ബാധകമാകുന്ന വിഷയങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ സന്ദർശിച്ചതിൻ്റെ ലക്ഷ്യം. മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി പ്രസാദും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് രാവിലെ ഇരുവരും മുല്ലപ്പെരിയാറിലെത്തി അണക്കെട്ട് സന്ദർശിച്ചിരുന്നു. നിലവിലെ സ്ഥിതിഗതികളെല്ലാം അവർ വിലയിരുത്തുകയും ചെയ്തു. ജലനിരപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 138.85 ആശങ്കപ്പെടുത്തുന്ന യാതൊന്നുമില്ല. കാലാവസ്ഥയടക്കം നിലവിൽ അനുകൂലമാണോ എന്നാണ് മന്ത്രിമാർ പ്രതികരിച്ചത്. അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, സന്ദർശനത്തിന് ശേഷമാണ് മന്ത്രിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്താണ് അവർ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ദിവ്യ, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് തന്നെയാണ് മന്ത്രിമാർ പറയുന്നത്. പക്ഷേ അപകടാവസ്ഥ എന്നത് അത് റൂൾ ഓഫ് കർവ് എന്നതിലേക്കാണ് ആ കാര്യങ്ങൾ എത്തിക്കണം എന്ന് കേരളം കരുതിയിരുന്നത്. 138 അടിയാണ് അത് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തമിഴ്നാട് കൃത്യമായി ഈ റൂൾ ഓഫ് കർവ് 138 അടിയിലേക്ക് നിലനിർത്താനുള്ള ശ്രമങ്ങൾ കൈക്കൊണ്ടില്ല. ഇക്കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും അണക്കെട്ടിൽ നിന്ന് ജലം കൂടുതലായി ഒഴുക്കിവിടാൻ തുടങ്ങിയതിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതും പോരാ എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു ആശ്വാസകരമായ കാര്യം, നാളെ മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ 139.5 അടിയാണ് അണക്കെട്ടിലെ റൂൾ കർവിലേക്ക് വരിക. അതായത് ഒരടിയിലധികം ജലം സംഭരിക്കാൻ നാളെ മുതൽ തമിഴ്നാടിന് അനുമതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ജലം തുറന്നുവിടാനുള്ള സാധ്യതകൾ ദുർലഭമാണ്. ശരി, എം.എസ്. സനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു തുടങ്ങി. 138.85 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. 6 ഷട്ടറുകൾ വഴിയാണ് നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. സ്കൂൾ തുറക്കാനൊരുക്കം. സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. പ്രൈമറി ക്ലാസുകളും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസുകളുമാണ് നാളെ ആരംഭിക്കുന്നത്. അടുത്ത മാസം 15 മുതൽ മുഴുവൻ ക്ലാസുകളും തുടങ്ങും. 1.5 വർഷത്തിന് ശേഷം എത്തുന്ന കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനതല പ്രവേശനോത്സവം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് നടക്കും. കളിക്കണം, ചിരിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. 1.5 വർഷത്തിന് ശേഷം നാളെ സ്കൂളുകളിൽ ബെൽ മുഴങ്ങും. വീട്ടിലെ ക്ലാസ് മുറികളിൽ നിന്ന് സ്കൂൾ എന്ന വിശാലതയിലേക്ക് മടങ്ങുന്ന ആവേശത്തിലാണ് കുട്ടികൾ. കോവിഡ് സാഹചര്യത്തിൽ കുട്ടികളെ വരവേൽക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് സ്കൂളുകൾ കാത്തിരിക്കുന്നത്. കുട്ടികൾ സാമൂഹ്യ അകലം പാലിക്കുന്നതിനൊപ്പം മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. സ്കൂളുകളിൽ സിക്ക് റൂം ഒരുക്കണമെന്നും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ. ഭൗതിക സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഉച്ചവരെയാണ് ക്ലാസ്. കുട്ടികളെ യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മുഖ്യമായ നാളെ മുതൽ ഞങ്ങൾ നടത്തുന്ന ജോലി. അതിന് വേണ്ടുന്നുള്ള ഒരുക്കങ്ങൾ. പിന്നെ ആരോഗ്യപരമായി കുട്ടികളിലോ രക്ഷകർത്താക്കൾക്കും ഒരാശങ്കയില്ലാത്ത വിധം ഉള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്.
ദീർഘനാളത്തെ ഓൺലൈൻ ക്ലാസുകൾക്ക് ശേഷം എത്തുന്ന കുട്ടികൾ സ്കൂളിലെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള ബ്രിഡ്ജ് കോഴ്സാണ് ആദ്യ ദിവസങ്ങളിൽ. ഓഫ്ലൈൻ ക്ലാസുകൾക്കൊപ്പം ഓൺലൈൻ ക്ലാസുകളും തുടരും. രാവിലെ സ്കൂളിലെത്തുന്ന ബാച്ചിനെ ഓഫ്ലൈൻ ക്ലാസും രണ്ടാമത്തെ ബാച്ചിന് ഉച്ചയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസും എന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ. ആദ്യഘട്ടത്തിൽ ഹാജറും യൂണിഫോമും നിർബന്ധമല്ല. സ്കൂൾ തുറന്നതിന് ശേഷമുള്ള 2 ആഴ്ചത്തെ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ ബെല്ല് വീണ്ടും മുഴങ്ങുന്നത്. നാളെ സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂസ് 18 ആശംസകൾ. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഇന്നും കൂട്ടി. പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 111 രൂപ 55 പൈസയാണ് പെട്രോൾ വില. ഡീസലിന് 105 രൂപ 25 പൈസ. കൊച്ചിയിൽ പെട്രോളിന് 109 രൂപ 30 പൈസ, ഡീസലിന് 103 രൂപ 17 പൈസ. പെട്രോളിന് 109 രൂപ 44 പൈസയാണ് കോഴിക്കോട് വില. ഡീസലിന് 103 രൂപ 31 പൈസയാണ് വില. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നല്ലതാണെന്ന് ഉമ്മൻചാണ്ടി. അത് പാർട്ടിക്ക് ഉണർവ് നൽകും. മറ്റ് രാഷ്ട്രീയം പറയാനില്ലെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് നല്ലതാണോ സാറേ കോൺഗ്രസിൽ? ശക്തരാരാണെന്ന് തെളിയിക്കാൻ കഴിയും. അതല്ല, പാർട്ടിക്കൊരു ഉണർവുണ്ടാകാൻ എപ്പോഴും ജനാധിപത്യ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സഹായിക്കും. മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ. വീടിനുള്ളിലും നടവഴിയിലും കിണറിനടുത്തുമൊക്കെയാണ് വയനാട് പെരിക്കല്ലൂരിലെ കാട്ടുനായ്ക്ക കോളനിവാസികൾ മൃതദേഹം സംസ്കരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ നിന്ന് ഗോത്രവിഭാഗങ്ങൾ ഇന്നും അകലെയാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പെരിക്കല്ലൂരിൽ കാണാനാവുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എവിടെയായിട്ട് ഒരു കുട്ടീനെ പറയുന്നത് അത് കിണറിനോട് ചേർന്ന്. ഇത് വയനാട് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പെരിക്കല്ലൂർ കാട്ടുനായ്ക്ക കോളനി. പെരിക്കല്ലൂർ ഹൈസ്കൂളിന് തൊട്ടടുത്ത് പെരിക്കല്ലൂർ റോഡരികിലെ 10 സെന്റിലാണ് 16 കുടുംബങ്ങൾ താമസിക്കുന്നത്. 7 വീടുകളിലായി അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയാണ് ഇവരുടെ ജീവിതം. എന്നാൽ മരിച്ചാലും തീരില്ല ദുരിതം. ഇടമില്ലാത്തതിനാൽ മൃതദേഹം വീടിനുള്ളിൽ തന്നെ അടക്കും. വീടിന്റെ തറ പൊളിച്ചും വരാന്തയിലുമൊക്കെയാണ് സംസ്കാരം. സാധാരണ സ്ഥലമില്ലാത്തവരകത്ത് കുഴിച്ചിടും. നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? വീട് ഭാഗം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ കുഴിയെടുക്കും, അവിടെ മൂടും, പിന്നെ മെഴുകിയിട്ട് അവിടെ തന്നെ കിടക്കും. പിന്നെ സ്ഥലമില്ലാത്തവർ ഉള്ളവർ നമുക്ക് തരുമോ? ഇല്ലാത്തവരെന്ത് ചെയ്യും? അല്ല മുറ്റത്ത് കുഴിച്ചിട്ട് ആ പിള്ളേർ കോഴി നടക്കണ്ടേ? ഇത് മുറിക്കാത്തല്ലാണ്ട് പിന്നെ എവിടെയാണ് കൊണ്ട് ഇടേണ്ടത്? കാട്ടിൽ പുഴയിൽ വെറുതെ കൊണ്ട് ഇട്ടാൽ പോരല്ലോ. ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോഴും ആരുടെയെങ്കിലും കല്ലറകളിൽ ചവിട്ടാതെ മുന്നോട്ട് പോകാനാവില്ല. ചത്തു കഴിഞ്ഞിട്ടുണ്ട് വഴിയിലും വീടിന്റെ പുറകുവശത്തും അവിടേക്കാണ് അടക്കം ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടക്കാനുള്ള സ്ഥലമോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ വീട് വെച്ചിരിക്കുന്ന തന്നെ സംസ്കാരം ചെയ്തതിന്റെ ഒക്കെ മേലെ കൂടിയാണ് വീടുകൾ തന്നെ പണിത് വെച്ചിരിക്കുന്നത്. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുമ്പോഴും ഇരുട്ട് കയറിയ ചോർന്നൊലിക്കുന്ന കൂരയിലും കക്കൂസുകളിലുമാണ് ഇവരുടെ ജീവിതം. മരണം കൊണ്ടും ഇതിൽ നിന്ന് മോചനമില്ല. വയനാട് ജില്ലാ രൂപീകരണത്തിന്റെ 41 ആണ്ടാണ് പിന്നിടുന്നത്. ജില്ലയിൽ ജനസംഖ്യയിൽ ഏറെയുള്ള ഗോത്ര ജനവിഭാഗത്തിൻ്റെ സമകാലിക അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. മരിച്ചാൽ മൃതദേഹം അടക്കാൻ പോലും കഴിയാത്ത, അതിനിടമില്ലാത്ത അവസ്ഥയിലാണ് ഗോത്രജനത. വയനാട് പെരിക്കല്ലൂരിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് 18. ശാരീരിക പരിമിതികൾ തോറ്റു. ഐസർ പ്രവേശന പരീക്ഷയിൽ ആര്യരാജ് ജയിച്ചു. സെറിബ്രൽ പാൾസി ബാധിതയായ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ആര്യ നിയമ പോരാട്ടത്തിലൂടെയാണ് സ്ക്രൈബിന്റെ സഹായത്തോടെ പ്രവേശന പരീക്ഷ എഴുതാനുള്ള അനുമതി നേടിയെടുത്തത്. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടിയ ആര്യയ്ക്ക് ആസ്ട്രോബയോളജിയിൽ ഗവേഷകയാകാനാണ് താൽപര്യം. ശാരീരിക പരിമിതികളെ തോൽപ്പിച്ച് ആര്യരാജ് താൻ ആഗ്രഹിച്ച ഉയരങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയെ അതിജീവിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ചിൽ ഇന്റഗ്രേറ്റഡ് PG കോഴ്സിൽ പ്രവേശനം ലഭിച്ചു. സ്ക്രൈബിന്റെ സഹായത്തോടെ ഐസർ പരീക്ഷ എഴുതിയ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ആര്യ. ഐസറിന്റെ മേധാവികൾക്ക് മനസ്സിലായി ഞാൻ ആപ്റ്റ് ആണെന്ന്. അതുകൊണ്ട് മാത്രം അവരെനിക്ക് പറ്റിയ സ്ക്രൈബ്
അതായത് എൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ ഇല്ല, സ്കൈബിന് +2. മറ്റൊരാളുടെ സഹായമില്ലാതെ ആര്യയ്ക്ക് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. ജനിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാധിച്ച മഞ്ഞപ്പിത്തത്തിന് വിദഗ്ധ ചികിത്സ കിട്ടാതിരുന്നതാണ് രോഗാവസ്ഥയിലേക്ക് നയിച്ചത്. എന്നാൽ സെറിബ്രൽ പാൾസി അതിജീവിച്ച ആര്യ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടി. ഐസറിലെ പഠനത്തിന് ശേഷം ആസ്ട്രോബയോളജിയിൽ ഗവേഷണം നടത്താനാണ് ആഗ്രഹം. ആസ്ട്രോബയോളജി പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ BSMS ഡിഗ്രി പ്രോഗ്രാം ഐസറിൽ ചെയ്തിട്ട് ആസ്ട്രോബയോളജിയിൽ PG ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കോഴ്സ് തുടങ്ങുമ്പോൾ സ്വയം പര്യാപ്തിയായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതിന് ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും ചെയ്യണം. എൻ്റെ കൈകളൊക്കെ ശരിയായാലല്ലേ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയും നല്ല തെറാപ്പി സെന്ററിൽ പഠിക്കണം. ആര്യയുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് ഐസർ അധികൃതർ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. ന്യൂസ് 18 കോഴിക്കോട്.